ഒരു സംശയവും തോന്നരുത്. ഞങ്ങളുടെ ഒരു ഹൗസ് ഓണർ ഉണ്ട്, ചാക്കോ ചേട്ടൻ. ഭൂലോക കത്തിയ. പാതിരാത്രി ആയാലും ഉറങ്ങുകയില്ല. നോക്കട്ടെ. നിൽക്കുന്നതാണ് ചാക്കോ ചേട്ടൻ. എന്ത് ചോദിച്ചാലും ഒരു അക്ഷരം മിണ്ടരുത്. ഞാൻ മാനേജ് ചെയ്തോളാം. ആരാത്? ചേട്ടാ ഞാനാ, നാഫറ. എന്റെ കൂടെയുള്ള ആരാ? എന്റെ ഒരു ഫ്രണ്ടാ. ഞങ്ങള് സാമ്പത്തികന്റെ കഥാപ്രസംഗം കേൾക്കാൻ പോയതാ. ഭയങ്കര മഞ്ഞ്, അതുകൊണ്ട് നേരത്തെ ഈ പോന്ന്. ഗുഡ് നൈറ്റ്. ഈ വേഷം അങ്ങ് പെർമനന്റ് ആയിക്കോ, അതാ സേഫ്. എങ്ങനാ പേര്? നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ചാക്കോച്ചനോ വല്ല സംശയമുണ്ടോ? നഫറാണിയുടെ ബുദ്ധി അല്ലടാ എനിക്ക്. അയാൾക്ക് യാതൊരു സംശയമില്ലെന്ന് മാത്രമല്ല, വേണമെങ്കിൽ അയാളുടെ ഭാര്യയെ പാൻഡിഡിഷ് അതിനകത്ത് കൊണ്ടുവരും. പക്ഷെ അയാൾക്ക് പിടിക്കാൻ പറ്റൂല. നീ എന്തോ നടന്ന് തെളിഞ്ഞ് പുരത്തോട് പഠിച്ചാടാ. നീ വച്ച് താമസിപ്പിക്കുന്നോ? അപ്പോഴേ ഈ തലക്കെട്ടൊക്കെ അഴിച്ച് മുകളിലേക്ക് ചെല്ലട്ടെ അല്ലേ? തലക്കെട്ടൊക്കെ ഞാൻ അഴിക്കാം. പൊടിയൊക്കെ തട്ടി തന്നെ കൊണ്ടുവന്ന് മാറ്. ആ ഷർട്ടിങ് ഓടിച്ചു പൊട്ടിക്കല്ലേ. എനിക്ക് ആകെ ഉള്ളൊരു നല്ല ഞാൻ അഴിക്കാം. എടാ, പെണ്ണിന് ആൺവേഷം കെട്ടിച്ചു കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചു. പ്ലീസ് ഒച്ച വയ്ക്കരുത്. ഒച്ച വയ്ക്കടാ, ഒച്ച വയ്ക്കും. നാട്ടുകാർ മുഴുവൻ നിൽക്കട്ടെ. നിങ്ങൾ സ്ഥിരം പരിപാടികളല്ലേ. ഞാൻ പോലീസിന് വിളിച്ചു. കൂടുതൽ ചിലക്കരുത്. തനിക്ക് വേണേ പറ, നമുക്ക് ഷെയർ ചെയ്യാം. നിന്റെ അപ്പനാണത് കണ്ടുപിടിച്ചെങ്കിലേ നിന്റെ അപ്പനോട് ചോദിക്കില്ല ഷെയർ വേണമെന്ന്. അവിടെ എങ്ങോട്ടാ പോണേ? തോന്നുന്നു. അതൊക്കെ തുറക്കണേ. ഇങ്ങോട്ട് മാറണേ. ചേട്ടാ, പോലീസിനെ വിളിക്കരുത്. ചേട്ടന്റെ മോളെ പോലെ കാണുന്നു. എന്നിട്ട് എന്റെ മോൾ നിന്നെ പോലെ ആകാനോ? ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാത്തോണ്ടാ. എന്താ നിന്റെ പേര്? ഷക്കീല. ഓ, എവിടെയാ നാട്? പാടുതല്ല. എന്തിനാ കുട്ടി ഇങ്ങനെയൊക്കെ നടന്ന് ജീവിതം പാഴാക്കണ്? കരയില്ല കരയില്ല. എനിക്കും നിന്നെ പോലെ ഒരു പെണ്ണുണ്ട്. കരയില്ല പോലെ കരയില്ലേ? എന്റെ കർത്താവേ, തന്റെ കഥ ഞാനിന്ന് കഴിക്കും. എടി ഏയ്യ പറഞ്ഞു കേൾക്ക്. ഒരു അക്ഷരം വേണ്ടി പോയത്. ഉള്ള സത്യം പറയാലോ. പറഞ്ഞു മനസ്സിലാക്കി. ഞങ്ങൾ വെളിയിൽ പോകുമ്പോ വീട് പൂട്ടി താക്കോല് പുറത്തു വെക്കും. ഞങ്ങൾ രാത്രി വരാൻ ലേറ്റ് ആകുമ്പോൾ ഇയാൾ ഇതുപോലെ പെമ്പിളറിനകത്ത് അല്ലേന്ന് കരുതി ഞങ്ങൾ ക്ഷമിക്കാം. നാട്ടിൽ പോകുമ്പോഴും അവിടെ ഇതൊക്കെ തന്നെ പരിപാടി. ചേട്ടത്തി, ഞാൻ ആലോചിക്കായിരുന്നു, ചേട്ടത്തി പോലെ സുന്ദരിയായ ഒരു ഭാര്യ ഉള്ളപ്പോ ഇയാൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? അയ്യേ, ഇങ്ങോട്ട് വാ, വച്ചിട്ടുണ്ട്. നിനക്കിപ്പോ യോമാര് പറയുന്ന വിശ്വാസല്ലേ? എന്റെ കണ്ണോണ്ട് ഞാൻ കണ്ടതാ. എടി ഞാന് നടക്ക് വീട്ടിലേക്ക്. നിനക്കൊക്കെ ഞാനും വെച്ചിട്ടുണ്ടോ? ഈ സംഭവം നിങ്ങളല്ലാതെ വേറെ ആരും അറിയണ്ട. എന്റെ മക്കൾ ഇതറിഞ്ഞ അവരുടെ മുഖത്തുമൊക്കെ എനിക്ക് പറ്റത്തില്ല. ആരും അറിയണ്ട. ആ പെണ്ണിനെ അങ്ങ് പറഞ്ഞു വിട്ടേരെ. ചേട്ടത്തി, ആ സമയത്ത് എങ്ങനെയാ? പ്രായമായ പെണ്ണല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യേ, രാവിലെ ആരും അറിയാതെ അങ്ങ് പറഞ്ഞു വിട്ടേ. വലിയ ഉപകാരം. എങ്ങനെയുണ്ട് അണ്ണന്റെ ബ്രെയിൻ? നീ പാസ്സായാൽ ഇവിടുത്തെ നമ്പർ 1 കേസിലെ വക്കീലായിരിക്കും നീ. കൊണ്ടുപോയി പറഞ്ഞോലോ. കളഞ്ഞു. അയ്യടാ, അവന്റെ ഒരു അപ്പച്ചൻ അങ്ങനെ കെട്ടിയെടുക്കാൻ കണ്ട നേരം. ഞാൻ വിചാരിച്ചു അങ്ങനെ ഈ നേരത്തെ കൊണ്ട് വരും. ഓ, എനിക്കതല്ല. എന്താ, ഇവന്റെ അപ്പച്ചൻ വളരെ ഡീസന്റ്. ഇവൻ എന്തിങ്ങനെ ആയിപ്പോയത്?
അയ്യോ എനിക്കൊന്ന് പരിചയപ്പെടാൻ പറ്റില്ല. അതെ അതെ അതെ. അയ്യോ അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടുപിടിച്ച് 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 അവിടെ അനങ്ങി പോകരുത് ശരിയേ. നീയൊക്കെ എത്ര എന്റെ കണ്ണ് വെട്ടിച്ചാലും ഞാൻ കണ്ടു. അയ്യോ അതെന്റെ സിസ്റ്ററാ. സിസ്റ്റർ കല്യാസയെ കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ട്. എടി എരി പാന്റ് കുപ്പായിട്ട് എന്നെ പറ്റിയാൻ നോക്കണ്ടേ. എടാ ഇതിനു മുമ്പും നിങ്ങൾ ഇവിടെ സിസ്റ്റർമാരെ കൊണ്ടുവരാറുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചപ്പോ അത് ഞാൻ കൊണ്ടുവന്ന് നാക്കി. ഇവിടെ വാടി. ഇനി ഈ ഏർപ്പാട് ഇവിടെ വെച്ച് വേണ്ട. ഈ നിമിഷം കാര്യം ചെയ്തിരുന്നു. ഇവിടെ വാടി. ഇങ്ങോട്ട് വാ. സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളിവെന്ന് പറയാറില്ലേ? അതെത്ര സത്യ. അവന്മാരെ ഒരുത്തിയൊക്കെ വെച്ച് അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അന്ന് ഞാനത് കണ്ടുപിടിച്ചപ്പോ എന്നെ അവന്മാരെ അകത്തിട്ട് കൂട്ടി. അല്ലേ? അത് നീ വിശ്വസിച്ചു. കാര്യം എന്താന്ന് പറ മനുഷ്യ. കാര്യം പറയല്ല, കാര്യം കാണിച്ചു തരവാ. വാ 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 വാ. എന്താ കർത്താവേ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ മാറാടാ. ഇതിനുള്ളിൽ ഇത്ര പെട്ടെന്ന് മാറ്റി ഒന്ന് മാറടാ. തർക്കം ചെയ്യല്ലേ കേട്ടാ. ഇതിനകത്ത് ഇവിടെ അതിനകത്തെന്തോ നോക്കുക. നീ പോക്കറ്റിനകത്തും പെണ്ണിനെ ഒളിപ്പിക്കുന്ന ജാതിയാ. എന്റെ ചേട്ടൻ ഇവിടെ എങ്ങും ആരുമില്ല. ഈ ചാക്കോച്ചൻ എന്ന് പറഞ്ഞ് തോന്നുന്നത്. ചേട്ടന്റെ പഴയ സ്വഭാവം വെച്ച് പറഞ്ഞതാ. കെട്ടിപ്പിടിച്ചാലേ നിനക്ക് വർത്താനം പറയാൻ പറ്റുള്ളൂ. 24 മണിക്കൂർ ഇത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇത് തന്നെ തോന്നിക്കൊണ്ടിരിക്കും. അല്ലേ? ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതെപ്പോ തുടങ്ങി എന്റെ അപ്പൻ തുടങ്ങിയ ശേഷം എനിക്ക് ഭ്രാന്ത് തുടങ്ങിയത്. ഇതിനായിരുന്നു നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എന്തിന്? എന്താണോ? ഇനി ഒരു കാലത്ത് നിങ്ങളെ വിശ്വസിക്കത്തില്ല. നോക്കിക്കോ. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണോ? വീട്ടിലേക്ക് വാ. ഞാൻ ഇനി പുറത്തേക്ക് ഇറങ്ങിയ ഞാൻ കാലിന്റെ മുട്ട തള്ളി ഓടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ചേട്ടത് ഇപ്രാവശ്യം അധികം ഉപദ്രവിക്കണ്ട. ഇനി അങ്ങനെ ചെയ്യത്തില്ല. ഞങ്ങൾ എടുക്കണ്ട. മഴയ്ക്കെങ്കിൽ മഴയ്ക്കൂ. എന്തേ? ഒന്നുമില്ല. കുട്ടികളെല്ലാം ഉണ്ടല്ലോ ഇവിടെ. നിങ്ങളിങ്ങോട്ട് മാറി. ഇങ്ങനെ കുടി കണ്ടുപിടിക്ക. ഞമ്മള് പെരുത്ത് വിഷമിച്ചു. ഓളവിടെ അനക്കറിയൂല. ഞങ്ങൾക്കറിയില്ല. അയ്യേ കാതറേ. എന്തേ? ഓളെ ഇങ്ങോട്ട് എടുക്കി. ഇതിനകത്ത് കാര്യം കാണാനില്ലല്ലോ. ഈ കുട്ടിയല്ലേ എപ്പോ ഇതിനകത്തുണ്ടായിരുന്നത്? എന്ത്? കാതറേ ഓടിക്കോളോ. പിടിക്കണോ മാറണ.
ഇങ്ങോട്ട് വാ. മാറോ റൂട്ടോ പാപ്പ. നിൽക്കണു പലാല ഉൾപ്പെടെ. ലിഫ്റ്റ് അല്ലടാ പറയാ എഞ്ചി. ഇത് സ്റ്റാർട്ടാകാൻ ഒരുപാട് സമയമെടുക്കും. കോണി വഴി മേളോട് കേറിക്കോളി കേറിക്കോളി. ആ കേറിക്കോളി. താടിയാണെങ്കിൽ പണി കേറിക്കോളി. തള്ളി 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 തള്ളി. നിങ്ങളെ ചിലപ്പോ നോക്കി നിൽക്കുന്നത് പോയി പിടിക്കുന്ന അതിന്റെ മക്കളെ. ആ സോറി സോറി സോറി. മഹായമാർ ഇവിടെ തന്നെ ഉണ്ട്. പോയി നോക്കി. അങ്ങോട്ട് പോയോ? നിങ്ങൾ എന്താണ് തിരിഞ്ഞു കളിക്കുന്നത്? എന്റെ കുട്ടിരിക്കി. എന്താണ് കഴിക്കാൻ? പൊറോട്ട പോയിനോട്. അല്ല ലൈറ്റ് ആയിട്ട് ലൈറ്റ് വേണ്ട, ഹെവി വേണ്ട. നമ്മള് അയ്യോ ഞാൻ പറഞ്ഞില്ല. പാവം കാണിച്ചില്ല. പിടിക്ക് പിടിക്കണ്ട. ഒരു സ്ഥലത്തുണ്ടോ എന്താ എല്ലാം ഈ വേഷത്തിൽ? ഒന്നും പറയണ്ട, ഒരു പാർട്ടിയുടെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് കയറിയാന്നേ. വല്ല പെണ്ണുങ്ങളും കൊല്ലാൻ ഓടിച്ചോ? തനിക്ക് പെണ്ണുങ്ങളുടെ ജ്വരമല്ലേ ഉള്ളൂ. അല്ല നിന്നെ ആരും ഓടിക്കാനാ? അതൊന്നും അല്ല, ആ കാക്കയും കാങ്ങുന്ന റൂമിൽ വന്നിരുന്നു. ആ പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ അവൻ നമ്മളെ കൊന്നു കൊല വിളിക്കും. അവന്മാർ ആ പെണ്ണിനെ വിടാതെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഇന്നലെ രാത്രി ആളോന്ന് കയറിയപ്പോഴേ സംഗതികൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഇന്നലെ പെണ്ണിന്റെ പറയാൻ മണപ്പിച്ച് ചടക്കല്ലായിരുന്ന. ഓ പിന്നെ ഞാനല്ലേ മച്ചക്കെടുത്തു. നീ അപ്പനോട് പെണ്ണിനെ കൊണ്ടൊന്ന് താമസിപ്പിക്കാനും തുടങ്ങിയല്ലേ? അയ്യോ അച്ഛോ, താമസിപ്പിച്ചോണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് കാണാം. ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് സംഭവം എന്താണെന്ന് മനസ്സിലാക്കണം. അതിനെന്റെ വീട് എവിടെ? അതറിയില്ല. അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ പെണ്ണിനെ കണ്ടുപിടിക്കുന്നത്? ഇല്ലിക്കൂടം വിചാരിച്ച നടക്കും. ഇല്ലിക്കൂടം വിചാരിച്ചാൽ നടക്കില്ല. കൈനറ്റിക് കോണ്ടേ പോകും. കണ്ട പെണ്ണുങ്ങളുടെ അഡ്രസ് തപ്പി നടക്കലല്ല എന്റെ ജോലി. ഇനിയിപ്പോ ഏതായാലും മനസ്സമാധാനത്തോട് പുറത്തിറങ്ങി നടക്കാനേ പറ്റൂല. ഇതിന് അച്ഛനൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ പറ്റൂ. പ്ലീസ് ഇല്ലിക്കൂട, പ്ലീസ് എന്റെ ഇല്ലിക്കൂട, ഞങ്ങളെ കൈവെടിയരുത്.
എന്റെ കർത്താവേ, അങ്ങ് ഒരു കുരിശേ ചുമന്നുള്ളൂ, ഞാനിതാ 4 കുരിശുകളെ ചുമക്കുകയാണേ. ഈശോ മിശിഹായ്ക്ക് മാറടേ, മാറ്. പഴമെങ്കിൽ പഴം.